ഇന്നത്തെ വീഡിയോ ടെക്നോപാർക്കിൽ ഹയറുന്ന 4 വാക്കൻസീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് വീഡിയോഗ്രാഫറാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇവിടെ. നിങ്ങൾക്ക് വീഡിയോഗ്രാഫിയിൽ സ്കില്ലുണ്ട് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ്. ഗ്രാജുവേഷൻ കഴിയണമെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നിങ്ങൾ +2 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു സർട്ടിഫിക്കേഷൻ കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. തേർഡ് ജോബ് റോൾ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവറാണ്. ഇതൊരു ഫ്രഷർ ജോബ് റോളാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റീസെൻറ്റ് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് ഓർ ലൈഫ് സയൻസ്. അത് മാത്രമല്ല അവിടെ സാലറിയും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. സോ ഏതൊരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ് ഇത്. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ വാക്കൻസി വീഡിയോഗ്രാഫറാണ്. ഇവിടെ ബേസിക് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് പ്ലാൻ, ഷൂട്ട് ആൻഡ് എഡിറ്റ് ഹൈ ക്വാളിറ്റി വീഡിയോ കണ്ടന്റ് ഫോർ മാർക്കറ്റിംഗ്, ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ക്യാമറാസ്, ലൈറ്റിംഗ് ആൻഡ് ഓഡിയോ equipment, collaborate with the creative marketing team to understand project goal and deliver desired result, manage all phase of video production, ensure all content aligns with the brand guidelines and delivered on schedule, stay updated on video trends, organize and maintain video files and project archives. ഇതൊക്കെയാണ് ഇവിടെ ബേസിക് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് പ്രിഫേർഡ് സ്കിൽസിൽ പ്രൂവൺ എക്സ്പീരിയൻസ് ആസ് എ വീഡിയോഗ്രാഫർ ഓർ എ സിമിലർ റോൾ, പ്രൊഫഷ്യൻസി ഇൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, എക്സാമ്പിൾ അഡോബ് പ്രീമിയം പ്രോ, ഫൈനൽ കട്ട് പ്രോ, പിന്നെ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്യാമറ ഓപ്പറേഷൻ, ക്രിയേറ്റീവ് ആൻഡ് ഗുഡ് ഐ ഫോർ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, എബിലിറ്റി ടു വർക്ക് അണ്ടർ ടൈറ്റ് ഡെഡ് ലൈൻസ്, നോളജ് ഓഫ് കളർ ഗ്രേഡിയൻറ്റ്, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക് സ്കിൽ. ഇത് മാത്രമാണ് പ്രിഫേർഡ് സ്കിൽസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് ബേസിക് റെസ്പോൺസിബിലിറ്റീസ്. സോ ഇവിടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്കിതെല്ലാം വായിച്ച് നോക്കാം. ഇവിടെ പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നത് പ്രൂവൺ എക്സ്പീരിയൻസ് ഇൻ SEO, Google Ads and social media marketing, strong analytical skills and proficient in digital marketing tools, excellent communication and collaboration ability, up to date with the latest trends and best practices in digital marketing. സോ ഇത്രയും മാത്രമേ പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവർ ആണ്. സോ ഇവിടെ ഫ്രഷറിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രക്ചർ ട്രെയിനിങ് ടു ലേൺ ഹെൽത്ത് കെയർ ERP മോഡ്യൂൾസ്, അണ്ടർസ്റ്റാൻഡ് ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോ, ഷാഡോ സീനിയർ ടീം മെമ്പർ ഡ്യൂറിംഗ് ക്ലയൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് ഓൺബോർഡിംഗ് മെറ്റീരിയൽസ്, അസിസ്റ്റ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ട്രെയിനിങ് കണ്ടന്റ്, സപ്പോർട്ട് ഓൺബോർഡിംഗ് ആൻഡ് ഇന്റേണൽ ട്രെയിനിങ് ഫോർ ന്യൂ എഞ്ചിനീയേഴ്സ്, കണ്ടക്ട് മോക്ക് ഡെമോസ്, ട്രാക്ക് ട്രെയിനിങ് പ്രോഗ്രസ് യൂസിംഗ് സ്ട്രക്ചർ ചെക്ക്ലിസ്റ്റ്, ലേൺ ടെക്നിക്കൽ ഡിപ്ലോയ്മെൻറ്റ്, കൊളാബറേറ്റ് വിത്ത് പ്രൊജക്ട് മാനേജേഴ്സ്. ഇത്രയാണ് കീ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾ ഫ്രഷർ ജോബ് റോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റീസെൻറ്റ് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് ഓർ ലൈഫ് സയൻസ്, സ്ട്രോങ് ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഫാസ്റ്റ് ലേണിംഗ് എബിലിറ്റി, എക്സലൻറ്റ് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, attention to detail and proactive document habits, eagerness to have healthcare process and ERP delivery. ഇപ്പോൾ നിങ്ങൾ റീസെൻറ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണത്. നിങ്ങൾ ഇവിടെ ഒന്ന് CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഞാനിപ്പോൾ റിക്വയർമെൻറ്റ്സിലോട്ട് പോകുന്നത് എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, പ്രൂവൺ കസ്റ്റമർ സപ്പോർട്ട് എക്സ്പീരിയൻസ്, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ, strong problem solving skill and an attention to detail, ability to multitask, prioritize and manage time effectively, familiarity with the CRM system, help desk software, a positive attitude and ability to work in a team environment. ഇതൊക്കെയാണ് റിക്വയർമെൻറ്റിൽ പറയുന്ന ബേസിക് കാര്യങ്ങൾ. സോ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണത്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.